നമസ്കാരം. നമുക്കിന്ന് മുരിങ്ങയുടെ ഇല കുറയ്ക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഉച്ചക്കലത്തെ കറി വയ്ക്കാം. മുരിങ്ങയുടെ ഇല നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി പൊട്ടിച്ചിട്ട് വരാം. ഓക്കെ, ഇതാണ് നമ്മുടെ കറിവേപ്പ്. നമ്മൾ ഈ തണ്ടില്ലേ, ഇതും പറിച്ചെടുക്കണം കേട്ടോ. ഞാൻ ഈ തണ്ടൊന്നും ഇത്ര അധികം ഇടാറില്ല. ഉള്ളിയും വെളുത്തുള്ളിയും പിന്നെ മറ്റു പച്ചമുളകും എല്ലാം നന്നായി മുരിഞ്ഞ് കഴിയുമ്പോൾ തക്കാളിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് നന്നായി വഴറ്റിയിട്ട് ഇതിലേക്ക് നമുക്ക് മുരിങ്ങയുടെ ഇടാം. മുരിങ്ങയുടെ ഇലയുടെ ആവശ്യത്തിനുള്ള ഉപ്പിടാം. മുരിങ്ങ ഒന്ന് വാടണം നിർബന്ധമില്ല. ഇതിലേക്ക് ഞാൻ പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ വെള്ളം പരിപ്പും കൂടെ ചേർക്കണം. ഇത് സവാളയും വെളുത്തുള്ളിയും പച്ചമുളകും ഇടിച്ച മുളകും പിന്നെ കറിവേപ്പില തന്നെ കേട്ടോ. ഈ മുളകൊക്കെ നന്നായി മുരിഞ്ഞു വന്നാലേ നമുക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ ഗോവക്കായ നമ്മുടെ വീട്ടിലുണ്ടായതാട്ടോ. ഇതിൽ ചുമപ്പൊന്നും ഞാൻ കളയാറില്ല, നല്ല രുചിയാട്ടോ. ഈ ചുമപ്പൊക്കെ ഞാൻ ആദ്യമൊക്കെ കളയുന്നുണ്ട്, പക്ഷെ ഇപ്പം ഞാൻ കളയാറില്ല. ഇതെല്ലാം കൂടെ ഇങ്ങനെ നമ്മൾ കൊണ്ടാട്ടം ഉണ്ടാക്കിയാലും അതിനൊരു പ്രത്യേക രുചിയാണ്. റെഡ് കളറായിട്ടുള്ള ഗോവയ്ക്ക് ഞാൻ ആദ്യം കളയാണ് സാധാരണ ചെയ്യാറുള്ളത്. ഇപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കും, നല്ല സ്വാദാണ്. നല്ലോണം മിക്സ് ചെയ്യാം, ഉപ്പിട്ട് മിക്സ് ചെയ്താൽ മതി. ഗോവയ്ക്ക ഉപ്പേരി നല്ല വലിഞ്ഞ് ഇങ്ങനെ വരണുണ്ട്, അപ്പം നല്ല ടേസ്റ്റാക്കാം കഴിക്കാനായിട്ട്. നമുക്ക് നമ്മുടെ തൈരായിട്ടുണ്ട് കേട്ടോ. കുറച്ച് നേരമായിട്ടുള്ളൂ അത് വെച്ചിട്ട്. കാലത്ത് വെച്ചതാണ്, ഓവൻ്റെ ഉള്ളിൽ വെച്ച് പെട്ടെന്ന് തൈരാവും. ചോറ് ഇതാണ് കേട്ടോ. മട്ട റൈസായാൽ കുറച്ചും കൂടി നല്ലതാണ്. നമുക്ക് കടുമാങ്ങ അച്ചാർ വിളമ്പാം. അപ്പം നമുക്ക് നമ്മുടെ നല്ല കട്ട തൈര് അങ്ങോട്ട് വിളമ്പിയാലോ. കുറച്ചും കൂടി നേരെ ഇരുന്ന് കഴിഞ്ഞാൽ ഇന്നുണ്ടാവും, പക്ഷെ എനിക്ക് തൈര് വേണം ഊണ് കഴിക്കാൻ. ശേഷം ചിക്കൻ ഉണ്ടായിരുന്നു കേട്ടോ, നമുക്കത് കഴിക്കാം. പരിപ്പും മുരിങ്ങയുടെ ഇല സ്ഥലമില്ലാതെയാലോ. അതെ, ഇതാണ് കേട്ടോ എൻ്റെ ഇന്നത്തെ ലഞ്ച്. ഫുഡ് ഉണ്ടാക്കിയിട്ടേ ഊണ് കഴിക്കാം. അപ്പോൾ മട്ട റൈസാട്ടോ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്, പക്ഷെ വെള്ള റൈസാണ് വെച്ചത്. അപ്പോൾ നമുക്ക് ഊണ് കഴിക്കാം. തൈര് ഞാൻ തിരക്ക് പിടിച്ചെടുത്തു കേട്ടോ. നല്ല ടേസ്റ്റുള്ള തൈരം. തൈരും മുളകായും കുറച്ച് ചിക്കനും കുറച്ച് അച്ചാറും എല്ലാം കൂടെ ഒരു പിടി പിടിക്കും. അപ്പോൾ ബായിട്ടാണ്. നിങ്ങളിങ്ങനെയൊക്കെ ഒന്ന് ഊണ് കഴിച്ചോളൂ കേട്ടോ. പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം.